എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കി. രാത്രി 8:25 കരിപ്പൂരിൽ നിന്ന് റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനവും രാത്രി 11 മണിക്ക് മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ജീവനക്കാരുടെ കുറവ് മൂലമാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് വിശദീകരണം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാനുണ്ട് മലപ്പുറത്ത് നിന്ന്. ഷഹദ്, ഇന്ന് രാത്രി 8:30 പോകേണ്ട കരിപ്പൂരിൽ നിന്ന് പോകേണ്ട വിമാനവും 11 മണിക്ക് മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവും റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുകയാണ്. യാത്രക്കാർക്ക് ബദൽ യാത്രാ സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വിമാനം ക്യാൻസൽ ചെയ്തത് എന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത്? ഗോപി, നിലവിൽ പകരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയതായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിശദീകരണവും വന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. ഇനി വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പകരം സംവിധാനം ഏർപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട 2 വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. രാത്രി 8:25 കരിപ്പൂരിൽ നിന്നും റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനവും ഒപ്പം തന്നെ രാത്രി 11 മണിക്ക് മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി അറിയിച്ചത് കൊണ്ട് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ടിൽ വന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇന്ന് ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ പോയി അവിടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും അല്ലെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും പോകേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഈ വിമാനങ്ങളിൽ ഇന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു കാര്യവും വലിയ ആവശ്യവും ഇത് തന്നെയാണ്. കാരണം പകരം സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുകയും അതുപോലെ തന്നെ വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ വന്ന യാത്രക്കാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമായിരുന്നു യാത്രക്കാർ വിമാനം റദ്ദാക്കിയതും അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പലയിടങ്ങളിൽ വിമാനം കൊണ്ട് ഇറക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ തന്നെ യാത്രക്കാർക്ക് വിവരം നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ എന്ന് നമുക്ക് പറയാം. അതേസമയം തന്നെ അവർക്ക് ബദൽ യാത്രാ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകിയിട്ടില്ല എന്നാണ് ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.